ഞാൻ തേച്ച് കുളിച്ചോളാം അമ്മേ. നിന്റെ കുളി കേമാ. അങ്ങനെ ഇപ്പൊ കാക്കക്കുളി കുളിക്കണ്ട. ആരെങ്കിലും കണ്ട എന്താ വിചാരിച്ചോട്ടെ. കൊച്ചു കുട്ടികളെ കുളിപ്പിക്കണ പോലെ ഇങ്ങനെ. എന്റെ കണ്ണടയുന്നവരെ നീ ഇങ്ങനെയൊക്കെ കുളിച്ചാ മതി. ഈ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞ കൊച്ചാട്ടിൽ നിന്ന് കാവിലേക്ക് പോണണ്ടാ? ഹാവു എന്റെ അമ്മേ, ഇനി അങ്ങോട്ട് പോവാത്തൊരു കുഴപ്പമുള്ളൂ. ഇന്നലെ തന്നെ ചവിട്ട് കൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യ. ആളുകൾ കണ്ണും തലയും കാണാതെ നെട്ടോട്ടം വട്ടോട്ടം ഓടാ. എന്തായിരുന്നു ഒരു ബഹളം. കച്ചവടക്കാരുടെ ഒരുപാട് സാധനങ്ങൾ കളവ് പോയിന്ന് കേട്ടല്ലോ. പിന്നെ പോവാതിരിക്കോ? ആരാണ്ട് കള്ളന്മാര് മനഃപൂർവ്വം കറണ്ട് കളഞ്ഞാന്നാ പറയണേ. നമുക്ക് പിന്നെ ജനിച്ചപ്പോ മുതൽ കറണ്ട് കട്ടായതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല. ഈ കൊച്ചാട്ടൻ ഇത് എന്തൊക്കെയാ പറയണേ? എന്താടി ഞാൻ പറഞ്ഞ സത്യല്ലേ? എന്റെ കണ്ണിന്റെ ഫീസ് അവിടെ നിന്ന് തന്നെ ഊരിട്ടല്ലേ തമ്പുരാൻ അങ്ങോട്ട് വിട്ടത്. ഇല്ലമ്മേ, നീ ഒന്നും മിണ്ടാതിരുന്നേ. വായെടുത്ത ചങ്കി കുത്തണ വർത്താനേ പറയൂ. അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. മതി തമാശ പറഞ്ഞത്, എനിക്ക് കേക്കണ്ട. പിണങ്ങിയോ? ഇങ്ങനൊരു കഴുതക്കുട്ടി തണുക്കണമ്മേ. തണുക്കട്ടെ. ഇവിടെ വെച്ചിരുന്ന ചീർപ്പും ചെയ്യേ. അയ്യോ കൊച്ചേട്ടാ, ഞാനാ എടുത്തേ. എന്തെങ്കിലും എടുത്തോട് തന്നെ തിരിച്ചു വെക്കണം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? സോറി. അളവും കുറിയും തെറ്റി സാധനങ്ങൾ വെച്ചാൽ എന്റെ കാര്യം മുടങ്ങുന്നു നിനക്ക് അറിഞ്ഞൂടെ? അതിനെ സോറി പറഞ്ഞില്ലേ? ഓ, ഒരു മാതാം വന്നേക്കണ്. എത്ര വേഗ തുണികൾ കീറണേ. ദൈവമേ, ആകുള്ളൊരു നല്ല ഷർട്ടാ, അതും കീറിയോ? ഷർട്ടല്ല, എന്റെ ബ്ലൗസാ. കഴിഞ്ഞ അവിടുത്തെ കാവിലെ മുടിയാട്ടത്തിന് വാങ്ങിയതാ. എത്രന്ന് വെച്ചാ തുന്നണേ? ഒരെണ്ണത്തിനുള്ള തുണി വാങ്ങിയാ മതിയായിരുന്നു. നോക്കട്ടെ. വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരുവോ? കറുത്തായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ പുള്ളിയുള്ളതാണേലും മതി. വള്ളിയും പുള്ളിയൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? അറിയാത്ത ആള് വിരലുണ്ടോ തൊട്ടാ 17 ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പറയൂലോ. എന്നിട്ടാ അപ്പൊ ഒരു പുള്ളി അറിയാത്തത്. എങ്ങനെയുണ്ടടി? അടിപൊളിയായിട്ടില്ലേ? പിന്നെ കണ്ണാടി എടുക്കണോ? നോക്കട്ടെ. കൊള്ളാമോ? സുന്ദരനായിട്ടുണ്ട്. കൊച്ചാട്ടിന്റെ മനസ്സിൽ ഞങ്ങളുടെയൊക്കെ രൂപം എങ്ങനെയാ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ മനസ്സിൽ എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളാ. എന്തൊന്നാടി കാണിക്കണേ? ചോർത്തോണ്ട് അയ്യ വിരിക്കടി, വേഷം കെട്ടി കാണിക്കാതെ. മക്കളെ ചായ. മധുരയില്ലല്ലോ അമ്മേ. ഒക്കെ തീർന്നു. കഴിഞ്ഞ ആഴ്ച റേഷൻ പഞ്ചാര വാങ്ങിയില്ലല്ലോ. പഞ്ചാര മാത്രല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒക്കെ തീർന്നിരിക്കുക. വാങ്ങാം, ദേവി അനുഗ്രഹിച്ച ഒക്കെ കൊണ്ടുവരാം. നീ കുറെ കൊണ്ടുവരും. എന്റെ എണ്ണയും കുഴമ്പും തീർന്നിട്ട് ദിവസം 4 ആയി. ഒരു കീർ പുകല വേണമെന്ന് പറഞ്ഞിട്ട് കേട്ട ഭാവമുണ്ടോ തണ്ടിക്ക്? അവൻ വൈകിട്ട് ഉണ്ടാക്കും പോലും. നട തളത്തി കളഞ്ഞില്ലേ? അല്ലെങ്കിൽ ഒരു കഴിവളവന്റെ ഓശാരത്തിന് നിൽക്കില്ല ഞാൻ. ഈ കണ്ണുപൊട്ടന്റെ തല എന്ന് കണ്ടോ അന്ന് തുടങ്ങിയതാ കണ്ടകശനി എനിക്ക്. നീ ഗുണം പിടിക്കില്ലടാ, ഗുണം പിടിക്കില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ ഈ പ്രാക്ക്? അവൻ ജോലിക്ക് പോവാൻ ഇറങ്ങുക. എന്നാ പോയി താലപ്പൊലി എടുക്കടി. കളക്ടർ ഉദ്യോഗത്തിനല്ലേ പോണത്? രണ്ടി നിങ്ങളോടല്ലേ പറഞ്ഞു നിർത്താൻ? പറഞ്ഞോട്ടമ്മേ, എന്താ എത്ര നേരായിട്ട് മിണ്ടാത്തേന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ സമാധാനായി. മോളെ വാസന്തി, കൊച്ചേട്ട ഇറങ്ങാൻ കേട്ടോ. എന്റെ വൈകുന്നേരിക്കാവിലമ്മേ, കാത്തോളനെ.
ദേ കൊച്ചേട്ടൻ വന്നല്ലോ. ഞാൻ പറഞ്ഞത് വാങ്ങിച്ചോ കൊച്ചേട്ടാ? വാങ്ങിച്ചില്ലല്ലേ? എനിക്കറിയാം, വെറുതെ അയച്ചു. ആ ദേ കാവിൽ പാൻ ബ്ലൗസിലെന്ന് പറഞ്ഞപ്പോ ലക്ഷ്മി തന്നതാ ഇപ്പൊ ഇട്ടേക്കണേ. കൊച്ചേട്ടനുള്ളപ്പോ എനിക്ക് അങ്ങനെ ഇറക്കേണ്ട കാര്യമുണ്ടോ? വാങ്ങിച്ചോ? കൊച്ചേട്ടൻ നേറ്റാ കൊണ്ടുവരാതിരിക്കോടി. ഹായ്, ഇഷ്ടായോ? പിന്നെ എന്റെ കൊച്ചേട്ടന്റെ സെലക്ഷൻ അല്ലേ. എന്താന്നൊരു പുന്നാരം? ഇത് കണ്ടോമേ? സമാധാനായല്ലോ. ഇതുവരെ തുണി കൊണ്ടുവരുമോന്ന് പറഞ്ഞ് ചെവി തന്നെ കേൾപ്പിച്ചിട്ടില്ല പെണ്ണ. കൊച്ചേട്ടൻ വേഗം വിളിക്ക്, കാവില് പോണ്ടേ? എനിക്ക് വയ്യ, നീ ലക്ഷ്മിയും കുട്ടി പോയിക്കോ. ഞങ്ങൾ ഒറ്റയ്ക്കോ? ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയുടെ അമ്മയില്ലേ കൂടെ? എന്നാലും കാവില് ആരപ്പ നിങ്ങളെ പിടിച്ചിന്നാ നിക്കണേ? എന്നാ ഞാൻ പോവാട്ടോ. രാത്രി ഒത്തിരി വൈകണ്ടാട്ടോ. ഇല്ല, തുണി ലക്ഷ്മിയുടെ അമ്മയുടെ കൊടുത്തോളൂ. എന്താ പെണ്ണിന്റെ ഒരു തുള്ളിച്ചാട്ടം? ബ്ലൗസിന്റെ തുണി കിട്ടിയോണ്ടാവും ഇങ്ങനെ ഒരു കഴുതക്കുട്ടി. എല്ലാം വാങ്ങിയോ മോനെ? എല്ലാം വാങ്ങാൻ കാശ് തേഞ്ഞില്ല അമ്മേ. എണ്ണയും കുഴമ്പും ഒക്കെ ഇതിലുണ്ട്. എന്തേ നിന്റെ ചുണ്ടില്? അതൊന്ന് വീണതാ. എന്നിട്ട് വേറെ എന്തെങ്കിലും പറ്റിയോ നിനക്ക്? ഒന്നുമില്ല അമ്മേ. സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണ്ടേ മക്കളെ? സാരില്ല അമ്മേ, കുളിക്ക് അത്തിരി വെള്ളം ചൂടാക്കി അമ്മ. എവിടെ ഇതിനകത്ത് പുകല? പുകലതിലില്ലേ? എന്റെ അടുത്ത് പൊട്ട കളിച്ചാലുണ്ടല്ലോ. അളന്ന് കിടക്കണമെന്നൊന്നും കരുതണ്ട, ഒന്നുകളെ ഞാൻ എല്ലാത്തിനെയും. അച്ഛന്റെ പിണ്ണം വയ്ക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു, അവന്റെ അമ്മയുടെ എണ്ണയും കുഴമ്പും. അമ്മയുടെ നായര്. അത് പൊട്ടിച്ചു അല്ലേ? പൊട്ടിച്ചു. എന്താ എന്നെ തല്ലണോ നിനക്ക്? വാടാ, വന്ന് തല്ലിക്കോ. ഭാർഗവൻ നടന്ന പട്ടിയെ പോലെ കിടക്കുകയല്ലേ നിന്റെയൊക്കെ ഔദാര്യമൊക്കാത്ത്. ഇത്രയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വന്ന എവിടെന്നാന്നറിയോ? കൃഷ്ണനോട് കടം വാങ്ങിട്ടാ. എന്തുകൊണ്ടാ കടം വാങ്ങിയെന്നോട് പറയടാ. എറിഞ്ഞു പൊട്ടിച്ചവൻ അതുകൂടി അറിയട്ടെ. എന്താ ഉണ്ടായേ? ഇവനൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല. പറയില്ല. ചങ്കു കുത്തി പറിച്ചാലും ചിരിക്കല്ലേ ഉള്ളൂ. കൃഷ്ണട്ടാ, കൂടപ്പുറപ്പാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ണി ചോരയുണ്ടോ ആ ദുഷ്ടനെ? ഇവൻ ചങ്കുപൊട്ടി പാടിയുണ്ടാക്കിയ കാശ് മുഴുവൻ തൂത്തുവാരിക്കൊണ്ട് പോയി. ഇവനെ കവലയിലിട്ട് ചവിട്ടിക്കൂട്ടി. ചന്ദ്രന്റെ കാര്യമാണോ പറയണേ? പിന്നല്ലാണ്ട് ആര്? നാട് മുഴുവൻ വിറപ്പിച്ചിടുന്ന ഭാർഗവൻ ചട്ടമ്പിയുടെ മോനല്ലേ? വിത്തുകുളം കാട്ടാൻ ഒരാളെങ്കിലും വേണ്ടേ? പക്ഷെ ഇങ്ങനെ പോയാ തന്തയുടെ നട്ടല്ലൊടിച്ചിട്ടതുപോലെ ഇട്ടേക്കില്ല നാട്ടുകാര്. കുത്തി മലർത്തും. നടു റോട്ടിൽ കിടന്ന് വെള്ളം കിട്ടാതെ ചോര നക്കി കുടിച്ച് ചാകേണ്ടി വരും അവിടെ. കൃഷ്ണേട്ടാ മതി. ഇല്ല, ഇനി പറയാതെ വയ്യ. പല തവണയായി അവൻ ഈ പോക്കിരിത്തരം കാണിക്കുന്നു. വീട്ടിൽ പറയണ്ട ഇവൻ തടഞ്ഞിട്ടാ. 8 വയസ്സിൽ എന്നെ വിട്ടുപോയ എന്റെ അപ്പുന്റെ സ്ഥാനത്താ ഞാനിവനെ കാണുന്നേ. കണ്ടം പൂട്ടിലെ കണ്ണനോട് കാട്ടിലെത്തേങ്കിലും കാണിച്ചൂടെ ഇവരോട്? ഞാൻ ഇറങ്ങുക. മോനെ, ഭഗവതി, എന്റെ സങ്കടം ഞാനിനി ആരോടാ പറയാ? നീ ഒന്ന് കരയാണ്ടിരിക്കടി. നമുക്ക് സമാനം ഉണ്ടാക്കടി സരു. ഞാനല്ലേ പറയണേ. മധ്യസ്ഥനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കാം. കൃഷ്ണേട്ടൻ വന്നോ? വന്നു. വരാണ്ടിരിക്കാൻ പറ്റുമോ? എന്താ കൃഷ്ണേട്ട ഇപ്പൊ ചെയ്യാ? മോനെ ശിവൻകുട്ടി, ഒരു അവധിയും കൂടെ നീ കേൾക്കണം. നോ, പറ്റില്ല. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്തുവാ പറയാനാ? വീട് ഭരിക്കണവൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ ഭാർഗവം വെറും പട്ടിയാ. പട്ടിയാണേലും പൂച്ചയാണേലും കൊള്ളാം. എന്നെ പോലെ സുന്ദരനും സുമുഖനുമായ ഒരു വണ്ടിപ്പണിക്കാരന് 15 പവനും 15,000 ഉറുപ്പിയും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളപ്പോഴാ ഞാൻ ഇവിടെ കഴുത്തിൽ ഈ ചരട് കെട്ടിയത്. ലക്ഷവും കോടിയൊന്നും മേടിച്ചിട്ടല്ല, വെറും 12,000 ഉലുവയ്ക്ക്. അതിൽ തന്നെ 5,000 കടവും. ലോണിന്റെ പൈസ കിട്ടിയ ആ നിമിഷം അളിയന്റെ കുടിയെ കൊണ്ടുതരാം. അളിയൻ അറങ്ങ് കള. കണ്ണുപൊട്ടനായതുകൊണ്ട് സർക്കാരിൽ നിന്ന് ലോൺ എളുപ്പം കിട്ടുമല്ലോ എന്ന് കരുതിയ അന്ന് കടം പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചത്.
എന്നിട്ട് ഒടുക്കം പറഞ്ഞ അവധിയും തീർന്നിട്ട് ഇന്നേക്ക് ദിവസം 4 ആയി. ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാ. ഇനി ഒരു അവധി ശിവൻകുട്ടിക്കാക്കുന്ന പ്രശ്നമേ ഇല്ല. എടാ, ലോണിന് വേണ്ടി ഞങ്ങൾ ആ ആഫീസിന്റെ അടുത്ത് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് നാളെ തരായെന്നറിയാവോ? എനിക്കതൊന്നും കേൾക്കണ്ട. വേണമെങ്കിൽ ഇപ്പോഴും വേറെ കെട്ടാൻ ഡിമാൻഡ് ഉള്ളവനാ ഈ ശിവൻകുട്ടി. വെള്ളം ഉണ്ടെങ്കിലല്ലേ മുങ്ങാൻ പറ്റൂ. ഇപ്പൊ തന്നെ വേണോന്ന് പറഞ്ഞാൽ നെറ്റിമേ പോരാൻ ഒരു തൊട്ടുപടില്ല. ഇല്ലെങ്കിൽ വേണ്ട. ദേ ഉരുപ്പടി അങ്ങോട്ട് പിടിച്ചോ. പൈസയും കൊണ്ട് വരുമ്പം ഞാൻ തിരിച്ചെടുത്തോളാം. അയ്യോ, അങ്ങനെ പറയില്ല അളിയ. സരോജത്തെ ഇവിടെ നിർത്തിട്ട് പോയാൽ ആളുകൾ അറിഞ്ഞ നാണക്കേടാ. അറിയട്ടെ, 4 ആൾ അറിയട്ടെ. സ്വന്തം പല്ലുടെ കുത്തി എന്തിനാ ഇങ്ങനെ നാട്ടിക്കണത്? നാറ്റിക്കടി, നിങ്ങളെ ഒക്കത്തിനെയും ഞാൻ നാറ്റിക്കും. ഞാൻ പോവാ. കാശും കൊണ്ട് മാത്രം നീ അങ്ങോട്ട് വന്നാ മതി. അളിയ പിണങ്ങി പോവല്ല അളിയ. എന്റെ ഒരു അവധി കൂടി അളിയൻ കേക്ക്. അളിയൻ പോയോ കൃഷ്ണേട്ടാ? ശിവൻ പോയി രാമു. ആരാത്? രാഘവ മേസ്ത്രിയാ? അതെ, ശിവൻകുട്ടി ദേഷ്യപ്പെട്ടാണല്ലോ പോയത്. എന്തു പറ്റി? സ്വന്തം ഭാര്യയ്ക്കും കുടുംബത്തിനും 5000 രൂപ പോലും വില കൽപ്പിക്കാത്ത ദ്രോഹി. പിന്നെ ഞാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യത്തിനാ. മുതലാളി വന്നിട്ടുണ്ട്. വന്നോ? വന്നു. കൂടെ ഡൽഹിയിൽ നിന്ന് മന്ത്രിയുടെ മോനും ഭാര്യയും. AC റൂമിലൊക്കെ താമസിച്ച് ശീലിച്ചവരല്ലേ. അടിച്ചും തുടച്ചും എപ്പോഴും നല്ല വൃത്തിയാക്കി ഇടണമെന്ന് നിർബന്ധം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണിക്കൊരാളെ കിട്ടണ്ടേ? എനിക്ക് വയ്യാന്നുള്ള വിവരം പറഞ്ഞില്ലേ? പറയാണ്ടല്ല, മുറികളിലൊക്കെ കയറി ഇറങ്ങി പണിയെടുക്കേണ്ടതല്ലേ. വിലപിടിപ്പുള്ള പല സാധനങ്ങളും കാണുകയെ. വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാള് വേണ്ടേ? വാസന്തിക്കൊന്ന് പോയാലെന്താ? വെറുതെ തുള്ളിച്ചാടി നടക്കുകയല്ലേ. വല്ല വീട്ടിലെ അടുക്കളപ്പണിക്ക് പോകാൻ എനിക്ക് വയ്യ. ഓ, അവള് കണ്ണുപൊട്ടം കളക്ടറുടെ അനിയത്തിയല്ലയോ? 4 കാശ് കിട്ടണ പണി ചെയ്യാൻ സമ്മതിക്കത്തില്ല ആ തണ്ടി. അച്ഛൻ എന്തൊക്കെയാ പറയണേ? അച്ഛൻ പറഞ്ഞോട്ടെ മോളെ. ഇഷ്ടല്ലെങ്കിൽ പോണ്ട. മേസ്ത്രി പൊയ്ക്കോളൂ. എനിക്ക് വയ്യെങ്കിലും ഞാൻ വരാം. ആവു, സമാധാനമായി. രാമുവേ, അപ്പൊ പോവാ. ശരി മേസ്ത്രി. നീ വിഷമിക്കാണ്ടിരിക്കേ, എല്ലാം ശരിയാകും. തക്ക സമയത്തിൽ തന്നെയാ തോമസ് സാർ എത്തിയത്. നീ നോക്കിക്കോ, ആ ബാങ്ക് മാനേജറെ കൊണ്ട് നിന്റെ ലോൺ ഞാൻ ഇന്ന് തന്നെ പാസ്സാക്കിക്കും. നേരാണോ കൃഷ്ണേട്ടാ? തോമസ് സാറ് പറഞ്ഞാൽ ലോൺ കിട്ടുമോ? കിട്ടുമെന്നോ? തോമസ് സാർ ആ ഫോൺ എടുത്തൊന്ന് കറക്കിയാ മതി. 5000 അല്ല 5 കോടി ലോൺ കിട്ടും. വാസന്തി, ദേ കൊച്ചേട്ടൻ എത്തിയല്ലോ. ഡോക്ടർ എന്ത് പറഞ്ഞു ചേട്ടാ? ഞരമ്പുകളിലൊന്നും കുഴപ്പമില്ലെന്ന്. കണ്ണു മാറ്റി വെച്ച കാഴ്ച കിട്ടുന്ന പറയണേ. എന്റെ ഭഗവതി, നേരെയാണോ ഞാൻ ഈ കേക്കണേ? നേരാമ്മേ, ഡോക്ടർ അങ്ങനെ തന്നെയാ പറഞ്ഞേ. അല്ല, അതിനിപ്പോ കണ്ണ് എവിടുന്നാ കിട്ടുക? കണ്ണു പൊട്ടനെ പറ്റിയതിന് അച്ഛൻ അമ്മയെ പ്രാവുമ്പോൾ കാവിലെ അമ്മയെ വിളിച്ച് കരഞ്ഞോണ്ട് എന്റെ അമ്മ പറയാറില്ലേ, എനിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി അമ്മയുടെ ഉയിര് വേണമെങ്കിൽ തരാന്ന്. ഉയിര് വേണ്ട, ഒരു കണ്ണെനിക്ക് തരാമ്മേ. കണ്ണ് കിട്ടിയിട്ട് നീ എന്ത് ചെയ്യാൻ പോടാ? കഴിവേറി കളക്ടർ ആവാൻ പോടാ. കണ്ണും വച്ചോണ്ടിന്ന് പാടിയാലേ 10 പൈസ ഒരാളും തരില്ല. ഞാൻ വല്ല കൂലിപ്പണിയും ചെയ്തോളാം അച്ഛാ. പിന്നെ പണിയും കൊണ്ട് ആൾക്കാർ നിന്നെയും കാത്ത് നിൽക്കുകയല്ലേ. 2 കണ്ണുണ്ടായിട്ടൂടെ ഓരോരുത്തന്മാര് തെക്ക് വടക്ക് തെണ്ടി നടക്കുക. അപ്പോഴാ ഒറ്റ കണ്ണ് വെച്ചോണ്ട് നീ ഉണ്ടാക്കാൻ പോണത്. നിന്റെ പാട്ട് കേട്ട് മയങ്ങിയിട്ടൊന്നും അല്ല ആളുകൾ പണം തരണത്. കണ്ണുപൊട്ടം പഠനമുണ്ടാ. അവൻ പുതിയ കണ്ണുണ്ടാക്കാൻ പോണം. അച്ഛൻ പറയണത് പറഞ്ഞോട്ടെ. എന്റെ ഏട്ടന് ഞാൻ തരും കണ്ണ്. കൊള്ളാം. എന്നാ പിന്നെ കേമാവും. അല്ലേ തന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിടാൻ 10 ചക്രത്തിന് വഴിയില്ല. അപ്പളാ അവിടെ കണ്ണൊലത്താൻ പോണ്. കണ്ണും കൂടി ഇല്ലെങ്കിലേ ഒരു പട്ടിച്ചാത്തനുണ്ടാവില്ല കൊണ്ടുപോവാൻ. മൂത്ത് നരച്ച് നരകിച്ച് ഇവിടെ കിടന്ന് നിരങ്ങും നീ. ഞാൻ സഹിച്ചോളാം. എന്റെ കൊച്ചേട്ടന് വേണ്ടിട്ടല്ലേ. ഇപ്പൊ കഴിവാറി തർക്കുത്തരം പറയണം. പറയും. ഈ വീട്ടില് പെടക്കോഴി കൂവണ്ട. കൂവിയാലുണ്ടല്ലോ അറക്കും ഞാൻ. അവൻ കണ്ണും വെച്ച് ഉള്ള കഞ്ഞില് മണ്ണ് വാരിടാൻ പോണു. ഇത്രയും നാള് ജീവിച്ചില്ലേ, അതുപോലെ മതി.
തുണികൾക്കൊക്കെ തീ പിടിച്ച വിലയാ. ലക്ഷ്മിയുടെ കയ്യിൽ 150 രൂപ ഉണ്ടായിരുന്നു. കൃഷ്ണേട്ടൻ കുറച്ച് പൈസ കടം തന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഇത് ഷർട്ട് രണ്ടെണ്ണുണ്ടല്ലോ, ആർക്കാ? അച്ഛനും ചേട്ടനുള്ളതാ. അച്ഛനെന്തിനാടാ ഷർട്ട്? എന്താടാ എനിക്ക് ഷർട്ട് ഇട്ടാ കൊള്ളൂലേ? അല്ല, അച്ഛൻ ഷർട്ട് ഇടാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. രണ്ടാം സാരി കണ്ടിട്ട് കല്യാണ സാരി പോലെ ഉണ്ടല്ലേ. ദേ വാസന്തി വന്നല്ലോ. ആവൂ വന്നോ? സരോജേ, ആ മജന്ത സാരി അവളെ കാണിച്ചേ. അവൾക്ക് ഇഷ്ടായിന്നറിയാലോ. ദേടി അടിപൊളിയായിട്ടുണ്ട്. ഇവളുടെ കളറിന് നല്ല ചേർച്ച അല്ലേ ചേരാ? തോമസ് സാർ എന്ത് പറഞ്ഞു? വല്ലതും തന്നോ? എനിക്ക് ഈശ്വര, എന്താ ഈ കാണണേ? എന്താമ്മേ? 100ന്റെ 2 കെട്ടാ. അളിയാ, കോൾ അടിച്ചല്ലോ അളിയാ. തോമസ് സാർ അങ്ങനെയാ, പാവങ്ങളോട് ഇത്രയും ദയുള്ള ഒരു മനുഷ്യൻ. ദേ ഞാനെന്ന് പണിക്ക് പോകാൻ പറഞ്ഞപ്പോ നിനക്ക് എന്ത് വെമ്മിട്ടായിരുന്നു. ഇപ്പൊ കണ്ടോ? നേരം സന്ധ്യയായി. കയ്യും കാലും മുഖവും കഴുകി വിളക്ക് വെക്കാൻ നോക്ക്. എന്താ നിന്റെ മുഖത്തിനൊരു വാട്ടം? വല്ലാത്തൊരു തലവേദന. തലവേദനയോ? ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. സാരല്ലോ കൊച്ചട്ടാ. പാവം അമ്മേ, നെറ്റിയിൽ ഇത്തിരി ഉള്ളി ചതച്ചിട്ട് കൊടുക്ക്. എന്താണാവോ? കല്യാണത്തിന്റെ തീയതി എടുക്കുമ്പോഴേ ഇങ്ങനെ തലവേദനയൊക്കെ ഉണ്ടാവും കൊച്ചേട്ടാ. നെഞ്ചിലെ പെടപെടപ്പുണ്ടാ. അതെയോ? ഇങ്ങനെ ഒരു കരുതക്കുട്ടി. വാസന്തിയെ, വാസന്തി, നേരം വെളുക്കുന്ന മുമ്പ് ഇവളെവിടെ പോയി? വാസന്തിയെ, വാസന്തിയെ, ഇന്നലെ രാത്രി തൂക്കുപാലത്തിൽ നിന്ന് ആരോ ചാടിയെന്ന് കേട്ടിരുന്നു. രാവിലെ ശവം പൊങ്ങിയപ്പോഴല്ലേ ആളെ മനസ്സിലായോ? കഷ്ടമായിപ്പോയി. നമ്മുടെ രാമുവിന്റെ പെങ്ങള് വാസന്തിയുടെ ശവം പുഴയിൽ പൊങ്ങി. പരമാർത്ഥമെന്നോടു ചൊല്ലു നീ, പഞ്ചഭൂതാത്മകം ദേഹമേറ്റഞ്ചടം, സഞ്ചിതം ത്വന്മാംസരക്താസ്തി കൊണ്ടടോ, നിശ്ചേഷ്ട കഷ്ടതുല്യം ദേഹമോർക്ക നീ, നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ, നീ കുറച്ചു നേരമെങ്കിലും ഒന്ന് ഇരിക്കേ. അവളെ കൊണ്ട് കിടത്തിയോ കൃഷ്ണേട്ടാ?
ഇപ്പൊ കൊണ്ടുവരും. അവൾക്കുള്ള കുഴി തെക്കപ്പുറത്തെ തൈത്തെങ്ങിന്റെ ചോട എടുത്താ മതി. എന്നോട് വഴക്കിടുമ്പോ പിണങ്ങി അവൾ അവിടെ പോയിരിക്കണേ. അവിടെ തന്നെ ആ കുഴി എടുത്തേക്കണേ. രാമു, സാമ്പ്രാണിത്തിലൂടെ വെച്ചേക്കണം. ചുമരിൽ എന്റെ തോൾ സഞ്ചിയിലുണ്ടാവും. വാസന്തിയെ കാണാൻ ഒത്തിരി ആളുകൾ വന്നിണ്ടാവില്ലേ കൃഷ്ണേട്ടാ? ആ, നാട്ടുകാരെല്ലാരും ഉണ്ട്. വാസന്തി മോളെ, അവളെ കൊണ്ട് കിടത്തിയോ കൃഷ്ണേട്ടാ? എനിക്ക് അവളൊന്ന് ചെല്ലേ. വാസന്തേ, നിന്റെ കണ്ണുകളും നീ കുത്തിയിടുന്നത് കണ്ടല്ലോ. ഇപ്പൊ എന്നെ പോലെ നിനക്കൊന്നും കാണാൻ പറ്റണില്ലല്ലേ? അമ്മേ, അച്ഛൻ കണ്ടോളെ. വേണ്ട, എനിക്കവളെ കാണണ്ട. കൊണ്ടുപോകാനാണെങ്കിൽ ഞാനൊരുത്തനുണ്ടായിരുന്നല്ലോ ഇവിടെ. ആർക്ക് വേണ്ടിയിട്ടാ ഇട്ടേക്കണത്? കാലനും കൂടി വേണ്ടായോ എന്നെ? കല്യാണത്തിന് ഇഷ്ടമില്ലാക്കി പറഞ്ഞുകൂടായിരുന്നോടെ മോളെ. ചേട്ടനെ എന്തിനാ ഇങ്ങനെ പറ്റിച്ചേക്കായിരുന്ന കുട്ടി? സാറ് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ശരീരം വിട്ടുകിട്ടി. കണ്ടോ സാറേ? തോമസ് സാറ് വന്നോ? കണ്ണു കിട്ടുമെന്ന് പറഞ്ഞ തുള്ളി ചാടി നടന്നു. രാമു, വാസന്തി കിടക്കണ കണ്ണുണ്ടോ? എന്തുണ്ടേലും ചങ്കിലും ഒളിപ്പിച്ചു വെക്കും. ആരോടും പറയില്ലേ? എന്താ കാര്യം പറഞ്ഞാലേ അറിയാൻ പറ്റൂ. സാറേ, എന്റെ വാസന്തി ആശുപത്രിക്കാര് വെട്ടിക്കീറാതെ രക്ഷിച്ചില്ലേ? ഇതിനെന്താ ഞാൻ ചെയ്യേണ്ടത് അറിയില്ല. പോട്ടടാ, ഒക്കെ വിധിയാ. അതെ, ഒക്കെ വിധിയാ. എന്താ കാണിക്കണോ? എന്റെ വാസന്തിയെ കൊന്നിട്ട് എന്താ കാണിക്കണോ? പോകരുതവരെ, ഒരു ഭാവയിൽ തമ്പരാൻ വന്നിരിക്കുന്നു. ഇവൻ ആരാണെന്ന് അറിയാമോ? ഇവൻ ദൈവമാണെന്ന് ഈ നാട് മുഴുവൻ പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന ഞാൻ. ഇവൻ കൊലയാളിയാണ്, കൊലയാളി. ചങ്കിനകത്ത് ഈശ്വരനെ പോലെ കൊണ്ടുവരുന്ന എന്നിട്ട് എന്റെ ലക്ഷ്മിനും വാസന്തിനും നശിപ്പിച്ചോ? ലക്ഷ്മി എന്റെ ലക്ഷ്മി മിണ്ടാപ്പാനായതുകൊണ്ട് ആരൊന്നും എന്നിട്ട് ഒന്നും അറിയാത്തത് പോലെ എന്റെ വാസന്തിയുടെ ശവം തിന്നാൻ കേറി വന്നിരിക്കോ? എന്റെ പ്രാണൻ എടുക്കാതെ
ഇല്ല, ഇവനെ രക്ഷിക്കാൻ ഈ നാട്ടിൽ ആരും വരില്ല. വിടാളിയാ, വിടാളിയാ, അയാൾ ചത്തുപോകും. വിടാനാ പറഞ്ഞേ, വിടാൻ. മതിയളിയാ, വിടാൻ, വിട്. രാമു, എന്താണ് നീ കളിച്ച്? കൊന്നല്ലോടാ. ചത്തോ? അയാൾ ചത്തോ? ലക്ഷ്മിയെ, എനിക്ക് കണ്ണു വേണ്ട. ഞാൻ കണ്ണു പോയിച്ചതിന് കിട്ടിയ ശിക്ഷയത് വേണ്ട. എനിക്ക് കണ്ണു വേണ്ട. നശിച്ച് ഈ ലോകം കാണാൻ എനിക്ക് കണ്ണു വേണ്ട. കൃഷ്ണേട്ടാ, കൃഷ്ണന്റെ കൂടെ വേണം. എന്റെ വാസന്തിയുടെ കാര്യങ്ങൾ ഭംഗിയായി നടത്തണം. വാസന്തിയെ, കൊച്ചേട്ടൻ പോവണ്ട. എന്റെ മോള് കരയരുത്. എന്റെ മോള് കരയരുത്.